ബ്രാൻഡഡ് ടൈൽസ്, അൺബ്രാൻഡഡ് ടൈൽസ് വളരെ കോമൺ ആയിട്ടുള്ള ഈ രണ്ട് പേരുകൾ ടൈൽസ് മേടിക്കാൻ പോകുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് വില കൂടിയ ബ്രാൻഡഡ് ഒഴിവാക്കിയിട്ട് അൺബ്രാൻഡഡ് വില കുറഞ്ഞ് മേടിച്ചാൽ എന്ത് വ്യത്യാസമാണ് അതിനകത്ത് ഉണ്ടാകുന്നത്? അത് അറിയാൻ പല വീഡിയോസിൻ്റെയും റിപ്ലൈസ് ആയിട്ട് അല്ലെങ്കിൽ കമൻസ് ആയിട്ട് ഞങ്ങൾക്ക് ഈ റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ബ്രാൻഡഡും അൺബ്രാൻഡഡും തമ്മിലുള്ള വ്യത്യാസം വെച്ച് ഒരു വീഡിയോ ചെയ്യാൻ. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. കൊല്ലത്ത് ബ്രാൻഡഡ് ടൈൽസും അൺബ്രാൻഡഡ് ടൈൽസും എല്ലാത്തരം സാനിറ്ററി CP ഫിറ്റിംഗ്സിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഷോറൂം. ബ്രാൻഡഡും അൺബ്രാൻഡഡും തമ്മിൽ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു കസ്റ്റമർ ആദ്യം മനസ്സിലാക്കേണ്ടത് ടൈൽസിന്റെ പാർട്സ് ആണ്. ടൈൽസിന് ബേസിക്കലി 3 പാർട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് അതിൻ്റെ ബോഡി. ഈ ബോഡിയാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സിറാമിക് ടൈല്, സെമി വിട്രിഫൈഡ് ടൈല്, വിട്രിഫൈഡ് ടൈൽ എന്നൊക്കെ. ബ്രാൻഡഡും അൺബ്രാൻഡഡും തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ, വിട്രിഫൈഡ് പ്രൊഡക്ട്സിനകത്ത് അല്ലെങ്കിൽ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനകത്ത് കൂടുതലും വിട്രിഫൈഡ് ബോഡീസ് ആയിരിക്കും ഉള്ളത്. അൺബ്രാൻഡഡ് പ്രൊഡക്റ്റ്, അതായത് ഒരു 45 രൂപയ്ക്ക് താഴോട്ട് വിൽക്കുന്ന എല്ലാ പ്രൊഡക്ട്സിനകത്തും ബോഡി കോംപ്രമൈസ്ഡ് ആയിരിക്കും. അതായത് ഫുൾ വിട്രിഫൈഡ് ആയിരിക്കത്തില്ല, എന്നാൽ അത് സിറാമിക്കോ ആയിരിക്കത്തില്ല. ഇതിന്റെ രണ്ടിന്റെ എവിടെയോ ഒരു കോസ്റ്റ് കട്ടിംഗ് മെഷർ ഉപയോഗിച്ച് അവർ വിട്രിഫൈഡ് പോലെ തോന്നിക്കുന്ന ഒരു സെമി വിട്രിഫൈഡ് ബോഡി ആയിരിക്കും തരുന്നത്. പക്ഷേ അതിൽ കസ്റ്റമേഴ്സിന് എന്തുവാണ് പ്രോബ്ലം? ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒരു നോർമൽ ഹൗസ് ഹോൾഡിലേക്ക് എടുക്കുവാണെങ്കിൽ ബോഡി സെമി വെട്രിഫൈഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ഇതേ ബോഡി നമ്മൾ റെസ്റ്റോറൻറ്റ് ഫ്ലോറിന് ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ തിരക്കുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ കോറിഡോറിൽ ഇടുവാണെങ്കിൽ അവിടാണ് ബോഡിയുടെ പ്രാധാന്യം വരുന്നത്. ബോഡിയുടെ ക്വാളിറ്റിയാണ് അത് എത്ര വെയിറ്റ് എടുക്കും, അതിന്റെ പുറത്തൂടെ എത്ര ഫുട്ഫോളിന് ബെയർ ചെയ്യാൻ പറ്റും ആ ടൈലിന് തീരുമാനിക്കുന്നത് അതിന്റെ ബോഡിയാണ്. അതുകൊണ്ടാണ് പല വീടുകളിലും ഇപ്പം 35-ന്റെ ടൈല് 38-ന്റെയും ചിലപ്പോൾ 30 രൂപയുടെ 4 എടുത്താലും അത് നല്ല നീറ്റായിട്ട് കിടക്കുന്നത് കാരണം അതിന്റെ പുറത്ത് വെയിറ്റ് വരുന്നില്ല. അപ്പം ആ അർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് വീട് വളരെയധികം ഉപയോഗമില്ല, കുറച്ചു പേരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബോഡി സെമി വിട്രിഫൈഡ് ആയാലും നമുക്ക് ഒന്നും പേടിക്കാനില്ല. ബോഡി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഏതൊരു ടൈലിന്റെയും അതിന്റെ ഗ്ലേസ് ആണ്. ഗ്ലേസ് ഒരു ടെക്നിക്കൽ വേർഡാ. കസ്റ്റമേഴ്സ് ജനറലി അത് ഉപയോഗിക്കാറില്ല, പക്ഷേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർ അത് ഉപയോഗിക്കും. ഗ്ലേസ് എന്ന് പറഞ്ഞാൽ സാധാരണ ടൈൽ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന ടേം സർഫേസ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈലിൻ്റെ സർഫേസ് അല്ലെങ്കിൽ ടൈലിൻ്റെ ഫീല് എന്നും പറയും. എന്ന് വെച്ചാൽ നമ്മൾ തൊടുമ്പോൾ നമ്മുടെ കൈക്ക് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഈ സർഫേസിന് ടെക്നിക്കൽ പേര് ഗ്ലേസ് എന്നാണ്. ഗ്ലേസ് പലതരമുണ്ട്. നോർമൽ പോളിഷ് ഗ്ലേസ് ഉണ്ട്, ഹൈ ഗ്ലോസ് പോളിഷ് ഗ്ലേസ് ഉണ്ട്, മാറ്റ് ഗ്ലേസ് ഉണ്ട്, റസ്റ്റിക് ഗ്ലേസ് ഉണ്ട്. നമ്മൾ ഫീൽ ചെയ്യുന്ന എല്ലാ സർഫേസ് ടെക്സ്ചറും ആക്ച്വലി ടെക്നിക്കലി ഗ്ലേസ് ആണ്. ഈ ഗ്ലേസിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടൈലിന്റെ ബോഡി നടക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അതിന്റെ പുറത്ത് വരുന്ന ട്രാഫിക്കിന്റെ വെയിറ്റ് എടുക്കുമ്പോൾ ഈ ഗ്ലേസ് ആണ് ശരിക്കും അതിന്റെ തേയ്മാനം സഹിക്കുന്നത്. അതായത് ടൈലിന്റെ ബോഡിക്ക് ഒരിക്കലും തേയ്മാനം വരത്തില്ല. തേയ്മാനം വരുന്ന എപ്പോഴും അതിന്റെ ഗ്ലേസിനായിരിക്കും. അവിടാണ് ഈ ഇമ്പാക്ടർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ലെറ്റ്സ് സ്റ്റഡി ഗ്ലേസ്. ഗ്ലേസ് ആണ് ടൈലിന്റെ ടോപ്പിലുള്ള കോട്ടിംഗ്. അപ്പം കളർ എപ്പോഴും ഗ്ലേസിന്റെ താഴെ ആയിരിക്കും. കളർ ഇട്ട് കഴിഞ്ഞിട്ടാണ് അതിന്റെ പുറത്ത് ഗ്ലേസ് വരുന്നത്. അല്ലെങ്കിൽ മാറ്റ് ഫിനിഷിന്റെ കേസിൽ കളറും ഗ്ലേസും മിക്സ് ചെയ്താണ് അതിന്റെ പുറത്ത് ഇടുന്നത്. അപ്പം ഗ്ലേസിലാണ് ശരിക്കും ബ്രാൻഡഡും അൺബ്രാൻഡഡും തമ്മിലുള്ള വ്യത്യാസം തെളിച്ചു വരുന്നത്. ബോഡിയിൽ നമുക്ക് കസ്റ്റമേഴ്സിനെയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് തന്നെ ഒരു കോസ്റ്റ് കട്ടിംഗ് മെഷറായിട്ട് അതിനെ കണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ സാധനം മതി, അതിന് കുഴപ്പമൊന്നുമില്ല, വളരെ കറക്റ്റാണ്. പക്ഷേ ഗ്ലേസിന്റെ കാര്യം വരുമ്പോഴാണ് ശരിക്കും ബ്രാൻഡഡും അൺബ്രാൻഡഡും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് വരുന്നത്. ഗ്ലേസ് ടൈൽ മാനുഫാക്ചറിംഗ് പ്രോസസ്സിന്റെ വലിയൊരു കോസ്റ്റ് ഫാക്ടറാണ്. അപ്പം ഗ്ലേസിനകത്ത് കോസ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ ശരിക്കും ടൈലിന്റെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് കമ്പനിക്കാർക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. അവര് ഇപ്പം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ മാർക്കറ്റിൽ 75 രൂപ ആവറേജ് പ്രൈസിൽ കിടന്ന 4x2 ഇന്ന് അതിന്റെ നേരെ പകുതി വലിയ 35 രൂപ വരെ വന്നേക്കുന്നതിന്റെ മെയിൻ കാരണം ഒന്ന് ബോഡി കമ്പനീസ് കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി, രണ്ടാമത് ഗ്ലേസ് കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. ഇനി ഞാൻ പറഞ്ഞ പോലെ ചിലപ്പം ബോഡി സെമി വിട്രിഫൈഡ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 10-15 വർഷം ഒരു കുഴപ്പവും ഇല്ലാതെ, ഒരു ക്രാക്കും വരാതെ, ഒരു പൊളവും ക്രിയേറ്റ് ചെയ്യാതെ അത് അവിടെ കിടന്നോളും. പക്ഷേ ഗ്ലേസ് വീക്ക് ആണെങ്കിൽ നമ്മൾ അതിന്റെ പുറത്തൂടെ നടക്കുമ്പം അത് പതുക്കെ തേഞ്ഞു തുടങ്ങും ഫ്രം ദ ഡേ വൺ. ഇനി അത് ബ്രാൻഡഡ് ആയാലും അൺബ്രാൻഡഡ് ആയാലും ഗ്ലേസിന്റെ പുറത്തുള്ള റെസിസ്റ്റൻസ് ഗ്ലേസിനെ നശിപ്പിക്കും, അത് ഫാക്ടറാണ്. പക്ഷേ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സ്പെക്കിന് അനുസരിച്ച് ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് ആണെങ്കിൽ ഈ തേയ്മാനം കാണിച്ചു തുടങ്ങുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ഇൻ കേസ് ഓഫ് കമ്പനീസ് ലൈക്ക് കജാരിയ, നിറ്റ്കോ, ഇങ്ങനത്തെ കമ്പനീസിൽ ഗ്ലേസിന്റെ തേയ്മാനമൊക്കെ 10-15 വർഷം കഴിഞ്ഞ് കാണിച്ചു പോലും തുടങ്ങത്തുള്ളൂ. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന 30 രൂപ മുതൽ 40 രൂപ വരെയുള്ള 4x2 ടൈൽസിനകത്ത്, എസ്പെഷ്യലി പോളിഷ്ഡ് ഫിനിഷിനകത്ത് ഈ ഗ്ലേസിനകത്തുള്ള തേയ്മാനം ഒരു വർഷം
വർഷത്തിനകം കാണിച്ചു തുടങ്ങും. അതിന് വേറൊരു ഫാക്ടറും കൂടിയുണ്ട്. കാരണം നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ നമ്മുടെ റൂം പണി ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴും ഇത് പണി കഴിഞ്ഞ് താമസിച്ചു തുടങ്ങുമ്പോൾ ഇതിനകത്ത് പല ഫിക്ചേഴ്സ് വരും. ഇവിടെ സോഫ ഉണ്ട്, ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട്, ഇവിടെ എന്തെങ്കിലും ഒരു ടിവിയുടെ കൺസോൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ് എൻട്രി പോയിന്റ് വീട്ടിലേക്കെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് നടക്കുന്ന പോയിന്റ്സ്, ഞാനത് വേറൊരു കളർ വെച്ച് ഡിനോട്ട് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് നടക്കുന്ന പോയിന്റ്സ് ഫിക്സ് ആവും. ഈ ഒരു ബ്ലാക്ക് ലൈനിൽ കൂടെ മാത്രമായിരിക്കും വീട്ടുകാർ ആ ടൈലിൽ കൂടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 500 സ്ക്വയർ ഫീറ്റ് ഹോൾ വിരിച്ചെങ്കിലും ആ ടൈലിന്റെ പുറത്ത് വരുന്ന ഫുട്വെയർ തേയ്മാനം, അതായത് നടക്കുമ്പോൾ ഉണ്ടാവുന്ന തേയ്മാനം ഒരു 50 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 100 സ്ക്വയർ ഫീറ്റ് ടൈലിന്റെ പുറത്ത് മാത്രമായിരിക്കും വരുന്നത്. ഈ ഒരു ഫാക്ടറാണ് പലപ്പോഴും കസ്റ്റമേഴ്സ് മനസ്സിലാക്കാത്തത്. അതായത് 500 സ്ക്വയർ ഫീറ്റ് ടൈലിനകത്ത് തേയ്മാനം ഒരിക്കലും 500 സ്ക്വയർ ഫീറ്റിൽ മുഴുവനായിട്ടും ഉണ്ടാവത്തില്ല. അതെപ്പോഴും നമ്മൾ ഫർണിഷ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ പാത്ത് വേ അല്ലെങ്കിൽ നമ്മൾ വാക്ക് വേ എന്ന് പറയാം, ആ വാക്ക് ചെയ്യുന്ന പോയിന്റ്സിൽ മാത്രം തേയ്മാനം വരും. 100% തേയ്മാനവും അവിടെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 100% റെസിസ്റ്റൻസ് അവിടെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തേയ്മാനം പെട്ടെന്ന് കാണിക്കുന്നത് അവിടെ ആയിരിക്കും. കുറഞ്ഞ ടൈലാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉറപ്പായിട്ടും തേയ്മാനം കാണിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പോളിഷ് ടൈൽസിന്റെ ഗ്ലേസിനെ കുറിച്ചാണ്. മാറ്റ് ടൈൽസിന്റെ ഗ്ലേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലേസിനകത്ത് കളർ ട്രാപ്പായി ഇരിക്കുന്ന പോലെ അല്ല മാറ്റിനകത്ത്. അതായത് പോളിഷിനകത്ത് ശരിക്കും കളർ ഗ്ലേസിനകത്ത് ട്രാപ്പായി നിൽക്കുവാണ്. ആദ്യം കളർ ഇട്ടിട്ട് അതിന്റെ പുറത്താണ് ഗ്ലേസ് ഇടുന്നത്. പക്ഷെ മാറ്റിന്റെ കേസ് വരുമ്പോൾ കളറും ഗ്ലേസും ഒന്ന് തന്നെയാണ്. അതായത് കളറിന്റെ കൂടെ ഗ്ലേസ് മിക്സ് ചെയ്താണ് അതിനകത്ത് ഇടുന്നത്. അപ്പം മാറ്റ് ഫിനിഷിനകത്ത് കുറഞ്ഞ ടൈൽസിനകത്ത് പറ്റുന്ന എന്തുവാന്ന് വെച്ചാൽ ഈ ഗ്ലേസിന്റെ കോസ്റ്റ് കട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ലെയർ തിൻ ആക്കണം. അതായത് ആവശ്യത്തിന് ഗ്ലേസിന്റെ ലെയർ നമുക്ക് ഇത്രയും വേണമെങ്കിൽ ഇതായിരിക്കും ഒരു ശരാശരി ബ്രാൻഡഡ് ടൈൽസിനകത്ത് കിട്ടുന്ന നമുക്ക് ഗ്ലേസിന്റെ തിക്നെസ്. ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് തരാം കറക്റ്റ് ആയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഒരു ബ്രാൻഡഡ് ടൈലിന്റെ ഗ്ലേസ് തിക്നെസ് എങ്കിൽ ഒരു അൺബ്രാൻഡഡ് ടൈലിന്റെ ഗ്ലേസ് തിക്നെസ് ഇത്രേ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ അതും കാലത്തിനനുസരിച്ച് തേയ്മാനം വരുമ്പോൾ ആ തേയ്മാനം വളരെ പെട്ടെന്ന് എടുത്ത് കാണിച്ചു തുടങ്ങും. അപ്പം അൺബ്രാൻഡഡ് ടൈൽസ് എപ്പോഴും ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ ആണ്. അതായത് നിലവിൽ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ വീട് കംപ്ലീറ്റ് ചെയ്യണം, അല്ല പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ട്സ് മാത്രമാണ് ബ്രാൻഡഡ് ടൈൽസ്. ബ്രാൻഡഡ് ടൈൽസ് എടുത്താലേ നമുക്ക് ലൈഫ് ലോങ് അതിനകത്ത് നമുക്ക് അതിന്റെ കളറും അതിന്റെ ഗ്ലേസും അതിന്റെ ബോഡിയുടെ സ്ട്രെങ്ത്തും ഇതെല്ലാം നിലനിൽക്കത്തുള്ളൂ. അപ്പം ഗ്ലേസ്, ബോഡി, ഈ 2 പോയിന്റ്സ് അപ്പം വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ 3rd പോയിന്റിലേക്ക് പോകാം. ഇനി ബോഡിയും ഗ്ലേസും കഴിഞ്ഞ് ടൈൽസിന്റെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് അതിന്റെ പിഗ്മെന്റേഷൻ. പിഗ്മെന്റേഷൻ ശരിക്കും ഒരു വിഷ്വൽ കാര്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കിയ ബോഡിയും ഗ്ലേസും അതിന്റെ ഫിസിക്കൽ പാർട്ടാണ് ടൈലെങ്കിൽ പിഗ്മെന്റേഷന് ഫിസിക്കൽ പാർട്ട് കുറവാണ്, അതിന്റെ വിഷ്വൽ പാർട്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് പിഗ്മെന്റ് എന്ന ടെക്നിക്കൽ ടേം അല്ലെങ്കിൽ സാധാരണ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന ടേം കളർ ഓർ പ്രിന്റ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ 2 പാർട്ട് ഞാൻ പറഞ്ഞ പോലെ ബോഡി ആൻഡ് ഗ്ലേസ് ഇത് ടെക്നിക്കൽ കാര്യമാണ്. പക്ഷെ പിഗ്മെന്റേഷനും കളറും അതൊരു വിഷ്വൽ കാര്യമാണ്. വിഷ്വൽ കാര്യത്തിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൺബ്രാൻഡഡ് ടൈൽസും ബ്രാൻഡഡ് ടൈൽസും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് വരുന്നത് പിഗ്മെന്റേഷനിലും കളറിലുമാണ്. കാരണം അൺബ്രാൻഡഡ് ടൈൽസ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പിടിക്കും. അൺബ്രാൻഡഡ് ടൈൽസിനകത്ത് ഉപയോഗിക്കുന്ന കളേഴ്സിന് സാച്ചുറേഷൻ കൂടുതലായിരിക്കും. എന്ന് പറയുമ്പം അൺബ്രാൻഡഡ് ടൈൽസ് വിരിച്ച ഒരു ഫ്ലോറിനകത്ത് നമുക്ക് ഒരു തരത്തിലും അതിനെ ഫർണിഷിംഗ് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്റീരിയർ ഡിസൈനേഴ്സ് ഒരിക്കലും അൺബ്രാൻഡഡ് ടൈൽസ് എടുക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അവർക്ക് ഇനി എന്തൊക്കെ അവർ കർട്ടൻ, പെയിന്റ്, വാൾപേപ്പർ, ഫർണിച്ചർ, കുഷൻസ്, ബെഡ്ഷീറ്റ്സ് അല്ലെങ്കിൽ ഫർണിച്ചറിന്റെ കളർ എന്തൊക്കെ വെച്ച് അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കിയാലും ഫ്ലോർ എടുത്ത് നിൽക്കും. അത് ഒരിക്കലും ഫർണിച്ചറുമായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും ഇന്റീരിയറുമായിട്ട് ഹാർമണൈസ് ചെയ്ത് പോകത്തില്ല. പക്ഷേ അതേസമയം അതേ ഷോറൂമിൽ ഒരു ബ്രാൻഡഡ് ടൈൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് നിറം ഇത്രയും എടുത്ത് നിൽക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പം അതിന് സ്വല്പം നിറം കുറവ് അല്ലെങ്കിൽ സ്വല്പം മങ്ങിയിരിക്കുന്നതെന്ന് തോന്നും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് വിരിച്ചു കഴിയുമ്പം അത് നമ്മുടെ ടോട്ടൽ ലുക്ക്, വീടിന്റെ ടോട്ടൽ ലുക്കുമായിട്ട് കൂടുതൽ ചേർച്ച എപ്പോഴും അതിനായിരിക്കും. ഇതിനകത്ത് ഈ സംഭവം ടൈൽസ് നമ്മളിപ്പോൾ ഒരു മെച്യൂരിറ്റി ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. അതായത് ശരാശരി കസ്റ്റമേഴ്സിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം എല്ലാ കസ്റ്റമേഴ്സിനും മൊത്തത്തിലില്ലെങ്കിലും ഭാഗികമായിട്ട് ഇതൊക്കെ അറിയാം. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കസ്റ്റമേഴ്സ് മാത്രമല്ല ഇത് പഠിച്ചേക്കുന്നത്, ഇത് പല കമ്പനിക്കാരും അതേപോലെ പല കടക്കാരും ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതുവഴി കസ്റ്റമേഴ്സിനെ എങ്ങനെ ഫൂൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ കസ്റ്റമേഴ്സിനെ ട്രിക്ക് ചെയ്ത് അൺബ്രാൻഡഡ് സാധനം വില കൂട്ടി കൊടുക്കാൻ പറ്റും എന്ന് നോക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചെറിയ ഡീറ്റെയിലും കൂടെ ഇപ്പോൾ പറയാം.
ഇപ്പം പല കടകളും ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ അൺബ്രാൻഡഡ് ടൈൽസ് എടുക്കുക, അൺബ്രാൻഡഡ് ടൈൽസ് എടുത്ത് അതിനെ ഷോറൂമിനകത്ത് ബ്രാൻഡഡ് ടൈൽസ് വെക്കുന്ന പോലെ നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്ത്, നല്ല മോക്കപ്പ് ചെയ്ത്, നല്ല ലൈവ് മോക്കപ്സ് ചെയ്ത്, ഡിസ്പ്ലേ ചെയ്ത്, നല്ല ടൈൽ എന്ന രീതിയിൽ പല മടങ്ങ് വില കൂട്ടി വിൽക്കുക എന്നുള്ളത്. അപ്പം ശരിക്കും ഇന്ത്യയിൽ ബ്രാൻഡഡ് ടൈൽസ് എന്ന് പറയുന്നത് 5-6 കമ്പനീസേ ഉള്ളൂ. അപ്പം നമ്മൾ ബ്രാൻഡഡ് ടൈൽസ് എന്ന് പറയുമ്പോൾ ആ 6 കമ്പനീസ് ഇപ്പം നെയിംലി കജാരിയ, നിറ്റ്കോ, RAK, ജോൺസൺ, സൊമാനി, AGL, ഈ ഇത്രയും കമ്പനീസേ ഉള്ളു ടോപ്പ് റങ് കമ്പനീസ്, ഏറ്റവും ടോപ്പ് ലൈൻ കമ്പനീസ് ഈ ഫീൽഡിൽ വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിൽ ടൈൽ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി, അതായത് അതിന്റെ മാർക്കറ്റിംഗ് കപ്പാസിറ്റിയും അതിന്റെ ടെക്നിക്കൽ കപ്പാസിറ്റി, അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിട്ട് നിൽക്കുന്ന ഈ 6, ഇനി ചിലപ്പോൾ ഞാൻ മറന്നുപോയെങ്കിൽ 1-2 പേരും കൂടെ കാണും, ഈ 6-8 ഏതായാലും 10 കമ്പനിക്ക് താഴെ ഉള്ള ബ്രാൻഡഡ് കമ്പനീസ്. ബ്രാൻഡഡ് കമ്പനീസിന്റെ ഒരു വലിയ ഒരു വിശ്വസ്തത എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ അവര് മോസ്റ്റ്ലി പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിരിക്കും. ഞാൻ മറന്നുപോയ ഒരു പേര് സിംബോളോയും കൂടിയാണ്. അപ്പം ഇങ്ങനത്തെ കമ്പനീസ് പെക്ക് വിട്ട് കളിക്കത്തില്ല. അതായത് അവർക്ക് മെറ്റീരിയൽ കൂടിയ വിലയ്ക്ക് വിൽക്കേണ്ടി വരുന്നു, പക്ഷേ കൂടിയ വിലയ്ക്ക് മെറ്റീരിയൽ വിൽക്കണമെങ്കിൽ അവർ ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല. അവരെപ്പോഴും അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, സിംബോളോയുടെ ബ്രാൻഡ് അംബാസിഡർ ഹൃതിക് റോഷൻ ആണ്, സൊമാനിയുടെ ബ്രാൻഡ് അംബാസിഡർ സൽമാൻ ഖാൻ ആണ്, കജാരിയയുടെ ബ്രാൻഡ് അംബാസിഡർ അക്ഷയ് കുമാർ ഉണ്ട്, രൺവീർ സിംഗ് ഉണ്ട്. അപ്പം കമ്പനീസ് എപ്പോഴും അവരുടെ പ്രൊഡക്റ്റ് നല്ലതാണ്, അതിന് വില കുറയ്ക്കാൻ പറ്റത്തില്ല, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർ അതിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡേഴ്സിനെ കൊണ്ടുവരും. അങ്ങനെ ബ്രാൻഡ് അംബാസിഡേഴ്സിനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വാളിറ്റി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രൊഡക്ട്സിനകത്ത് എപ്പോഴും ഡീലേഴ്സിന് മാർജിൻ കുറവായിരിക്കും. അപ്പം ഇതിനകത്ത് പല കടകളും, പല വലിയ കടകൾ, ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിനെക്കാട്ടിലും വലിയ സെറ്റപ്പ് ഉള്ള കടകൾ ഇതിനകത്ത് ഒരു കളിക്കുന്നുണ്ട്. അവര് ബ്രാൻഡഡ് പോലെ തന്നെ അൺബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഡിസ്പ്ലേയിലിടും. അതേ ലൈറ്റിംഗ്സ്, അതേ ഫിക്ചേഴ്സ്, അതേ കസറ്റി, എല്ലാ മോക്കപ്സും ഭയങ്കര സെറ്റപ്പ് ആയിട്ട് എല്ലാം ചെയ്യും. പക്ഷേ വെച്ചേക്കുന്ന ടൈൽസ് അൺബ്രാൻഡഡ് ആയിരിക്കും. എന്നിട്ട് അവർ തന്നെ അതിനെ വലിയൊരു ബ്രാൻഡാണെന്ന് കസ്റ്റമേഴ്സിനെ പറഞ്ഞു ധരിപ്പിക്കും. പലപ്പോഴും ഈ കമ്പനികളുടെ പേരിന്റെ മുമ്പിലോ പുറയിലോ ഒരു ഗ്രസ് കാണും. ഇതാണ് ഞങ്ങൾ നോട്ട് ചെയ്യുന്നത്. ഗ്രസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മെറ്റീരിയൽ മോശമാണോ എന്നല്ല, പക്ഷേ ജനറലി ഇന്ന് മാർക്കറ്റിൽ നല്ല രീതിയിൽ നിൽക്കുന്ന, നല്ല കത്തി നിൽക്കുന്ന ഇതുപോലത്തെ ബ്രാൻഡ്സ്, അതായത് അൺബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് ശരിക്കും 38-39 രൂപയ്ക്ക് വിൽക്കേണ്ട മെറ്റീരിയൽ 80-90 രൂപയ്ക്ക് വിൽക്കുന്നു, ജസ്റ്റ് അതിന്റെ സെറ്റപ്പ് മാറ്റിയിട്ട്. അപ്പം അതിനകത്ത് ഒരുപാട് കമ്പനീസ്, ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന സ്റ്റോണിറ്റോ ഗ്രസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, സ്നോഗ്രസ് ഉണ്ട്. അങ്ങനത്തെ കുറെ ഈ ഗ്രസ് ചേർന്ന് വരുന്ന കമ്പനീസിനെ എപ്പോഴും സൂക്ഷിക്കണം. ബ്രാൻഡഡ് ആണെന്ന് ഒരു കട അവകാശപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു വെബ്സൈറ്റ് കാണും, അതിനൊരു കസ്റ്റമർ സർവീസ് നമ്പർ കാണും, അതിന് എന്തെങ്കിലും ഒരു വിഷ്വൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ബേസിസ് കാണും. ഇതൊന്നും അല്ലാത്ത പിന്നെ ഇവരുടെ അഡ്വർടൈസ്മെന്റിന്റെ നിലവാരം, എന്തെങ്കിലും ഒരു വിഷ്വൽ അഡ്വർടൈസ്മെന്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കമ്പനീസിന്റെ അഡ്വർടൈസ്മെന്റ് നിലവാരം ശരിക്കും നമ്മൾ TV-യിൽ കാണുന്ന പരസ്യങ്ങളുടെ അതേ നിലവാരമായിരിക്കും. അല്ലാത്ത കമ്പനീസും അൺബ്രാൻഡഡിനെ ബ്രാൻഡായിട്ട് വിൽക്കാൻ നോക്കുമ്പോഴും അവർ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ അവരുടെ അഡ്വർടൈസ്മെന്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെ ലോ ആയിരിക്കും. അത് ഇന്നത്തെ കാലത്ത് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം വിഷ്വൽ പിഗ്മെന്റേഷൻ, കളർ, ഗ്ലേസ് ആൻഡ് ബോഡി, ഈ 3 ടൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളും. നമ്മളിപ്പം ഓൾമോസ്റ്റ് മനസ്സിലാക്കി ഇത് 3ന്റെ പാരാമീറ്റേഴ്സ് എന്തുവാണ് 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് കൂടാതെ 4ാമത്തെ ഒരു പോയിന്റാണ് കസ്റ്റമർ എക്സ്പീരിയൻസ്, അതായത് ഫൂളിംഗ് ദ കസ്റ്റമർ ബൈ ഗിവിംഗ് ഹിം a false experience. അതാണ് 4ാമത്തെ നമ്മുടെ എക്സ്പീരിയൻസ് സെക്ഷൻ. അത് ഞാൻ ഇവിടെ എഴുതിയില്ല. സോ അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ഡീറ്റെയിലിൽ പഠിച്ചത്. അപ്പം ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡഡ് അല്ലെങ്കിൽ അത് അൺബ്രാൻഡഡ് ആണ്, അതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് ഒരു സ്റ്റോപ്സും ഇല്ല. ഒന്നെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് എടുക്കണം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം എടുക്കണം. കാരണം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കടക്കാർ എത്ര വേണമെങ്കിലും പറയും ഇത് നല്ലതാണ്, ഫുൾ ഗ്യാരണ്ടി ആണ്, എല്ലാം ശരിയാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പരിധിയില്ലാത്ത ക്വാളിറ്റിയും പരിധിയില്ലാത്ത കസ്റ്റമർ സർവീസും പരിധിയില്ലാത്ത ക്വാളിറ്റിയും നമുക്ക് കിട്ടുന്ന എപ്പോഴും ബ്രാൻഡഡ് പ്രൊഡക്ട്സിൽ നിന്നായിരിക്കും. അപ്പം അൺബ്രാൻഡഡ് എടുക്കാം, കുഴപ്പമില്ല. അൺബ്രാൻഡഡ് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ബ്രാൻഡഡ് എടുക്കേണ്ടടുത്ത് അൺബ്രാൻഡഡ് എടുത്ത് ആ പ്രൊജക്റ്റിനെ കോംപ്രമൈസ് ചെയ്യരുത്. ഇനിയും ഈ ടോപ്പിക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലിൽ മനസ്സിലാക്കാൻ നമ്മൾ ഇതിനെ 4 പാർട്ടായിട്ട് 4 വീഡിയോ ആയിട്ടും കൊണ്ടുവരുന്നുണ്ട്. അത് കാണാൻ മറക്കരുത്. പാർട്സ് ഓഫ് ടൈൽസ് ബോഡി എപ്പിസോഡ് 1, പാർട്സ് ഓഫ് ദ ടൈൽസ് ഗ്ലേസ് എപ്പിസോഡ് നമ്പർ 2, and part of tile 3 color or pigment episode number 3, and the buying experience as episode number 4. 4 എപ്പിസോഡും കാണാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ കാത്തിരിക്കും.